ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാനാണെങ്കിൽ മഹിയുടെയും കല്യാണിയുടെയും ഫാനായി പോയപ്പച്ചി. വാ ഇരിക്കേ. ജിതേട്ടാ പറഞ്ഞ നാക്കെടുത്തേ ഉള്ളു, അപ്പോഴേക്കും എത്തി. അല്ല, ജിതേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ? വിദ്യ, നീ ബ്രേക്ക്ഫാസ്റ്റ് വല്ലതും കഴിച്ചായിരുന്നോ? അവക്കല്ലേലും തീറ്റയും കൂടി മാത്രമല്ലേ ഉള്ളൂ. ഈ കത്രീന ചുഴലിക്കാറ്റ് ബോർഡർ കടന്ന് ഇങ്ങ് കേരളത്തിൽ വരുമെന്നാ എന്റെ പേടി. അപ്പച്ചി, കത്രി അല്ല, ജഗൻ വന്നു. നമ്മള് പേടിച്ചതുപോലൊന്നും നടന്നിട്ടില്ല. വന്ദന ഇവനോട് കൂട്ടുകൂടിയിട്ടില്ലെന്നാ തോന്നുന്നേ. അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കും മുമ്പേ ഇവൻ ഈ ബൈക്കും എടുത്ത് ഇങ്ങോട്ട് വരുവോ? ഏതായാലും സന്തോഷം. അല്ല ജഗ, വന്ദന വന്നില്ലേ? അതാ ഞാനും നോക്കുന്നത്. വന്ദന എന്തേ കൊണ്ടുവന്നില്ലേ? ഇല്ല, ഒരു ബിസിനസ് തുടങ്ങുന്ന കാര്യം അച്ഛൻ അപ്പച്ചോട് പറഞ്ഞില്ലായിരുന്നോ? ഇത് നീ കേട്ടില്ലേ? ബിസിനസ് എന്ന്. എന്ത് ബിസിനസ്? ജഗ, നിന്റെ അച്ഛൻ ഈ കാര്യം എന്നോട് പറഞ്ഞപ്പോ തന്നെ ഞാൻ അവനോട് പറഞ്ഞതാ, പദ്ധതിയും കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന്. അല്ല, അവനവന് അറിയാവുന്ന പണി വേണം ചെയ്യാൻ, അതിന് വേണം പണം മുടക്കാൻ. അല്ലേലും മുതിർന്ന ആള് പണിയും കിണിയൊന്നും ഇല്ലാതെ നിൽക്കുമ്പോ ഒരാള് മാത്രം ബിസിനസ് തുടങ്ങുന്നത് അത്ര നല്ല കാര്യമൊന്നും അല്ല അപ്പച്ചി. അപ്പച്ചി, ജഗൻ ബിസിനസ് തുടങ്ങിയാലും ഞാൻ തുടങ്ങിയാലും അത് ഒരുപോലെയല്ലേ അപ്പച്ചി? വിദ്യ എന്താ ചിന്തിക്കാത്തെ? എടാ, ഇവൻ തിന്നാ നിന്റെ വയറ് നിറയൂ. നീ രാവിലെ 10-18 ഇഡലി കുത്തിക്കയറ്റുന്ന കണ്ടല്ലോ. അച്ഛൻ പറഞ്ഞാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. എനിക്ക് ഇപ്പൊ ഒരു ഫാമിലി ഉണ്ട്, എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടായേ പറ്റൂ. അച്ഛൻ പറഞ്ഞത് അപ്പച്ചിയോട് എല്ലാം സംസാരിച്ചിട്ടുണ്ടെന്നാണല്ലോ. പിന്നെന്താ അപ്പച്ചി ഇങ്ങനെ ഇപ്പൊ പറയുന്നത്? അല്ല, നീ പറയുന്നത് ശരിയാണ്, കുറിപ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഈ വീട്ടിൽ ഇതുവരെ സ്വത്തൊന്നും ഭാഗം വെച്ചിട്ടില്ലല്ലോ. ഓ, ആദ്യം ഈ സ്വത്തെല്ലാം ആർക്കൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് അറിയട്ടെ, എന്നിട്ട് നമുക്ക് ബിസിനസിനെ കുറിച്ചൊക്കെ സംസാരിക്കാം, അല്ലേ? അവനവന്റെ സ്വത്ത് വെച്ച് അവനവൻ ബിസിനസ് ചെയ്താ മതി. അത് ന്യായം. ഇക്കാര്യം അപ്പച്ചിയോട് സംസാരിക്കാൻ അച്ഛൻ പറഞ്ഞപ്പോഴേ തന്നെ ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ചതാ. എടാ, നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപേ വേണ്ട, ഗീതോപദേശം കേൾക്കാനൊന്നേ എനിക്കിപ്പോ സമയമില്ല. ഓ, അതിനിത് ഗീതയല്ലല്ലോ ഉപദേശിക്കുന്നത്, ആനന്ദവല്ലിയല്ലേ? അമ്മേ, എടാ ജിതേന്ദ്ര, ഓ, നീ പറഞ്ഞതുപോലെ ചുഴലിക്കാറ്റ് കേരളത്തിലെത്തിയല്ലോടാ. ആഹാ, എത്തിയല്ലേ? എങ്കി അത് അപ്പച്ചിയും കൊണ്ടേ പോവും. എടി വിദ്യേ, നീ ഒട്ടി നിന്നോ, അപ്പച്ചിയുടെ കൂട്ടത്തില് നിനക്ക് ഒരുമിച്ചങ്ങ് പോവാം. അയ്യോ എന്റെ സീരിയല്, അയ്യോ കല്യാണി രാജ് എന്തായോ എന്തോ. മാനത്തെ കൊട്ടാ